ഈ ശനിയാഴ്ച ദിവസം ആരും വലിയൊരു ഇമ്പോർട്ടൻസ് ഈ ദിവസത്തിന് കാണുന്നില്ല. ഓശാന ദിവസം എന്ന് പറയുന്നത് പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. ഇനി ഞാൻ അങ്ങോട്ട് മീറ്റിങ്ങിൽ ഇതിൻ്റെ ഒരു പ്രധാന ഭാഗത്തിലേക്ക് കയറുകയാണ്. ഇനി അങ്ങോട്ട് കർത്താവിൻ്റെ ഇടപെടലുകൾ നിങ്ങൾക്കുണ്ടാകും. ചിലപ്പോൾ ചിലത് ശാന്തമായി പറയും. എല്ലാം ശാന്തമായിട്ട് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എന്നെ ചില സമയത്ത് പരിശുദ്ധാത്മാവ് ശാന്തമാക്കത്തില്ല. ആ സമയത്ത് മാത്രം നമ്മൾ കയറി വരും. അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് പരിശുദ്ധാത്മാവിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്, അനുഭവമാണ്. ഓശാന എന്ന് പറയുന്നത് സക്കറിയാവെന്ന പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ്. സക്കറിയ 8 നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാജാവ് കഴുതപ്പുറത്ത് വാഹനമേറി വരുന്ന ആ വേദഭാഗം, ആ വചനം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ആ പ്രവചനത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് ആയിരുന്നു, നിവർത്തീകരണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓശാന ദിവസം നടന്നത്. അത് കൂടാര പെരുന്നാളിൻ്റെ സമയമായിരുന്നു. കൂടാര പെരുന്നാൾ നടക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകണം, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതാണ്, നിങ്ങൾ വീഡിയോ എടുത്ത് കണ്ടാൽ മതി. ഈ കൂടാര പെരുന്നാൾ നടക്കുന്ന സമയത്ത് ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ ആ കൂടാര പെരുന്നാളിന് എല്ലാവരും ജെറുസലേമിൽ കടന്നു വരുമ്പോൾ അവരുടെ എല്ലാം കയ്യിൽ ഈന്തപ്പനയുടെ കുരുത്തോലകൾ ഉണ്ടാകണം. അങ്ങനെ ആ കൂടാര പെരുന്നാൾ നടക്കുന്ന ഇസ്രായേൽ ജനത മുഴുവൻ ജെറുസലേം പട്ടണത്തിൽ തമ്പടിച്ച് കിടക്കുന്ന, കൂടാരമടിച്ച് കിടക്കുന്ന ആ ടൈമിലാണ് യേശു കർത്താവ് ഈ പട്ടണത്തിലേക്ക് കഴുതപ്പുറത്ത് എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവരുടെയും കയ്യിൽ കുരുത്തോല ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലല്ലേ? ശ്രദ്ധിക്കുന്നോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓശാന പാടിയ അത്യുന്നതങ്ങളിൽ കർത്താവിന് സ്തോത്രം ചെയ്തല്ലേ, ഹോസന്ന ഹോസന്ന എന്ന് പാടിയ കർത്താവിനെ മഹത്വപ്പെടുത്തി ഈ ആളുകളുടെ കയ്യിലെല്ലാം ഈ കുരുത്തോല എവിടുന്ന വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും നാളെ യേശു കർത്താവ് ജെറുസലേമിൽ വരും, എല്ലാവരും ഓരോ ഈന്തപ്പനയുടെ ഓലയായിട്ട് പോകണമെന്നും പറഞ്ഞു വന്നാണോ? അല്ല. ആർക്കും ഒരു ഇൻവിറ്റേഷനും അല്ലെങ്കിൽ ആർക്കും ഒരു ഇൻഫർമേഷനും കൊടുക്കാതാണ് യേശു കർത്താവ് ആ പട്ടണത്തിൽ വരുന്നത്. ആരും പ്രതീക്ഷ പോലുമല്ല. പക്ഷെ യേശു ആ പട്ടണത്തിൽ എൻട്രി ചെയ്തപ്പോൾ തന്നെ എല്ലാവരും കയ്യിൽ കുരുത്തോല എടുത്ത് വളരെ പ്രതീക്ഷയോടെ ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ള നിലയിൽ, ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള നിലയിൽ, ഹോസന്ന എന്ന് പറഞ്ഞാൽ സേവ് അസ് ലോർഡ്, ഞങ്ങളെ രക്ഷിക്കൂ എന്ന നിലയിൽ, രക്ഷകനെ ഞങ്ങളെ രക്ഷിക്കൂ എന്ന നിലയിൽ അവർ കുരുത്തോലകൾ വീശിയതിൻ്റെ കാരണം ഇവരുടെ എല്ലാം കയ്യിൽ കൂടാര പെരുന്നാളിന് വരുമ്പോൾ ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് പ്രകാരം ദാണ്ടെ ലേവ്യ 23:40 എഴുതിയിട്ടുണ്ട്, വൃക്ഷങ്ങളുടെ ഫലവും ഈന്തപ്പനയുടെ കുരുത്തോലയും നിങ്ങളുടെ പക്കൽ ഉണ്ടാകണം, ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ സന്തോഷിക്കണം. അപ്പൊ അതുകൊണ്ട് ഇവരുടെ കയ്യിലെല്ലാം എന്തുണ്ടായിരുന്നു? പറഞ്ഞേ, കുരുത്തോല ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാം കുരുത്തോല വീശിയത്. അല്ലാതെ ആരും കുരുത്തോലയായിട്ട് വീട്ടിൽ നിന്ന് വന്നല്ല. 2, അതൊരു പ്രൊഫറ്റിക്കൽ എൻട്രി ആയിരുന്നു, പ്രവചനത്തിന്റെ നിവർത്തീകരണം എന്ന് വെച്ചാൽ സക്കറിയ പ്രവചനം 8-ാം അധ്യായത്തിൽ സക്കറിയാവ് പ്രവചിച്ചതായ ആ പ്രവചനം നിവർത്തീകരിക്കപ്പെടാൻ സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത്, പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്ത് കയറി വരുന്നു എന്ന പ്രവചനം നിവർത്തീകരിക്കപ്പെടുന്ന ടൈമായപ്പോൾ, പറഞ്ഞ ആ സമയം വന്നപ്പോൾ യേശു കർത്താവ് ജെറുസലേമിൽ എൻട്രി ചെയ്തു. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു വാഗ്ദത്തം, ഒരു പ്രവചനം, ഒരു ദൂത് നിങ്ങളുടെ മേളിൽ കിടപ്പുണ്ടെങ്കിൽ അതിന്റെ ടൈമിൽ അത് ആക്ടിവേറ്റഡ് ആയിരിക്കും. അതിന്റെ കൃത്യമായ സമയത്ത് അത് ആക്ടിവേറ്റഡ് ആയിരിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നാൽ അടുത്ത ദിവസമാണ് പെസഹ എന്ന് പറയുന്നത്. ആ പെസഹ ദിനത്തിൽ, ആ ഓശാന കഴിഞ്ഞുള്ള പെസഹ ദിനത്തിൽ, ആ വ്യാഴാഴ്ച ദിവസത്തിൽ, പെസഹ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ 7 വാരോത്സവങ്ങളിൽ, 7 ഫെസ്റ്റിവൽസിൽ ഒരു ഫെസ്റ്റിവലാണ് പെസഹ എന്ന് പറയുന്നത്. ആ പെസഹ ദിനത്തിൽ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ
ഇസ്രായേൽ ജനതയെ ദൈവം വിടുവിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പുറപ്പാട് 12:1 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം മോശയോട് പറയുന്നുണ്ട്, പെസഹാ ദിനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വളരെ തിടുക്കത്തോടുകൂടെ നിങ്ങൾ ഈ മാംസം ഭക്ഷിക്കണം. വടി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കണം, ചെരുപ്പിട്ടുകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കണം. ആ പെസഹാ ദിവസത്തിലാണ് സർവശക്തനായ ദൈവം മോശയോടും ഇസ്രായേൽ മക്കളോടും പറഞ്ഞ വാഗ്ദത്തത്തെ നിവർത്തീകരിക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത്. എന്തായിരുന്നു മോശയോടും ഇസ്രായേൽ മക്കളോടും പറഞ്ഞ വാഗ്ദത്തം? ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി മേലാൽ കാണത്തില്ല. വേദപുസ്തകം പറയുന്നു, സർവശക്തനായ ദൈവം ആ പെസഹാ ദിവസത്തിൽ ഓരോ കുടുംബങ്ങളോടും പറഞ്ഞു, നിങ്ങൾ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. മോശ ആ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടള കാൽമേലും കുറുമ്പടിമേലും പുരട്ടി രക്തത്തളിയും ചോരത്തളിയും പെസഹായും ആചരിച്ച ശേഷം ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട അല്ലെങ്കിൽ വാഗ്ദത്തത്തിലേക്ക് നയിക്കപ്പെട്ട, വാഗ്ദത്തത്തിലേക്ക് ചുവടുവെച്ച പെസഹ ദിനം. ഇതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇനി എല്ലാ കൊല്ലവും ആട്ടുംകൊറ്റനെ അറക്കണ്ട, ഇനി എല്ലാ വർഷവും ആട്ടുകൊറ്റനെ യാഗമാക്കണ്ട, ഇനി എല്ലാ പെസഹായിക്കും ആട്ടുകൊറ്റനെ അറുത്ത് ഇത് ഓർക്കേണ്ട കാര്യമില്ല. പൗലോസ് പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. പാസ്ഓവർ, പെസഹ ദൈവികമായ പുറപ്പാടിനെ, ദൈവിക വാഗ്ദത്വത്തിലേക്ക് തൻ്റെ ജനം ചുവടുവെച്ചതിനെ ഓർപ്പിപ്പിക്കുന്നു. കർത്താവിനെ ക്രൂശിച്ചതായ ഗുഡ് ഫ്രൈഡേ, ആ ദുഃഖവെള്ളി എന്ന് പറയുന്ന നല്ല വെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ, ആ ദിവസം യേശു കർത്താവ് മാനവകുലത്തെ മുഴുവൻ വിമോചിപ്പിക്കുവാൻ, രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ ക്രൂശിതനായി ഈ ലോകത്തിന്റെ ഒത്ത നടുക്ക് മാനവകുലത്തിന്റെ മുഴുവൻ വിമോചകൻ, സേവിയർ, രക്ഷകൻ, ലോകത്തിന്റെ വെളിച്ചമായവൻ, സർവശക്തനായവൻ, പരമയാഗമായ ആ സ്നേഹത്തെ, മാനവകുലത്തോടുള്ള സ്നേഹത്തെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന ദൈവത്തിന്റെ വചനത്തെ ഞാൻ ക്രൂശിൽ കാണുകയാണ്. എന്നാൽ അന്ന് കർത്താവിനെ ക്രൂശിച്ച് സന്ധ്യയ്ക്ക് മുൻപ് നമുക്കറിയാം, ആ വെള്ളിയാഴ്ച അരിമത്ഥ്യയിലെ മന്ത്രിയായ ജോസഫും നിക്കോദിമോസ് എന്ന് പറയുന്ന പരീശ പ്രമാണിയും കൂടെ ചേർന്ന് അധികാരപത്രങ്ങൾ വാങ്ങി ഈ ക്രൂശിൽ നിന്ന് കർത്താവിൻ്റെ ബോഡി ഇറക്കി കർത്താവിൻ്റെ ശരീരത്തിൽ സുഗന്ധലേപങ്ങൾ പൂശി ശീലയിൽ പൊതിഞ്ഞ് അരിമത്ഥ്യയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിൽ അടക്കിയ ദിവസം, ശബത്ത് മുമ്പ്. ശബത്ത് തുടങ്ങുന്നത് ശനിയാഴ്ച ശബത്ത് ദിവസമാണ്. ആ രാത്രി, ശബത്തിന് മുൻപ്, വെള്ളിയാഴ്ച ആ രാത്രിയിൽ ശബത്ത് ആരംഭിക്കുന്നതിന് മുൻപ് യേശു കർത്താവിനെ കല്ലറയിൽ അടക്കി. ഈ ശനിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ശനിയാഴ്ച ആരവാരങ്ങളില്ല, ആൾക്കൂട്ടങ്ങളില്ല, ബഹളങ്ങളില്ല. സമൂഹത്തിൽ യേശുവിനോടൊപ്പം അനുഗമിച്ചിരുന്ന പല വ്യക്തിത്വങ്ങളെയും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോസ്തലന്മാർ ഓടി ഒളിച്ചു, അവരിൽ പലരും ഒളിവിലാണ്. യൂദായെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, യൂദ കുറ്റബോധം കൊണ്ട് വീർപ്പുമുട്ടി കർത്താവിനെ ഒറ്റുകൊടുത്ത യൂദ സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. ശിഷ്യന്മാർ മുഴുവൻ ഒളിവിൽ പോയി യഹൂദന്മാരെ പേടിച്ച്. ഇപ്പോൾ തെരുവോരങ്ങളിൽ സ്നേഹ സന്ദേശങ്ങളില്ല, അന്ധന് കാഴ്ച കിട്ടുന്നില്ല, ചെകിടന് കേൾവിയില്ല, ആർപ്പുവിളിയില്ല, ആരവാരമില്ല, രോഗശാന്തി ശുശ്രൂഷകളില്ല, വിടുതലുകളില്ല. കാരണം അത്ഭുത മന്ത്രിയായവനെ, വീരനായ ദൈവമായവനെ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ
വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്തവനെ, ആശ്വാസദായകനെ, ആമേൻ, നല്ല വൈദ്യനായവനെ, സർവശക്തനായവനെ, ദൈവപുത്രനെ അവർ ക്രൂശിച്ച് കല്ലറയ്ക്കകത്തടക്കി കല്ലുരുട്ടി വെച്ച് റോമൻ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ച് റോമൻ പട്ടാളക്കാരെ കാവലാക്കി നിർത്തിയ ശനിയാഴ്ച. ഈ ശനിയാഴ്ചക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് നിശബ്ദ ശനിയാഴ്ച എന്നാണ്. സൈലന്റ് സാറ്റർഡേ. സൈലന്റ് സാറ്റർഡേ. കാരണം ഇന്ന് തെരുവിൽ യേശുവില്ല, ശിഷ്യന്മാരില്ല, ആൾക്കൂട്ടമില്ല. എല്ലാ ദിവസവും എവിടെങ്കിലും ഒരു യോഗമുണ്ട്. യോഗത്തിനകത്ത് ഒന്നും രണ്ടും പേരാണോ? ആയിരങ്ങൾ പങ്കെടുക്കുകയല്ലേ, ആയിരങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയല്ലേ. യേശു കർത്താവ് ഒരു പട്ടണത്തിൽ വന്നാൽ ആ പട്ടണത്തിൽ മഹാസമ്മേളനമല്ലേ. ഒരു PR വർക്കും ഇല്ല. ആർക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് തല്ലി കൊണ്ടുവരുന്നേ, ആരും മിണ്ടുന്നില്ലല്ലോ. ആർക്കും ആൾക്ക് 500 രൂപ കൊടുത്ത് തല്ലി കൊണ്ടുവരുന്ന PR വർക്കല്ല. ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ പോസ്റ്ററോ ഫ്ലെക്സോ വെച്ചല്ലി വരുന്നത്. കർത്താവ് വരുന്നിടത്ത് ജനം ഇങ്ങനെ ഇരച്ചു കയറുകയായിരുന്നു, ഒരു PR വർക്കും ഇല്ലാതെ. അങ്ങനെ സഞ്ചരിച്ച കർത്താവിന്റെ ശുശ്രൂഷയിൽ മൊത്തത്തിലൊരു ശാന്തത. ശിഷ്യന്മാരുടെ ചങ്ക് ചൊവ്വ ഇടിയുന്നുണ്ട്. കാരണം ഇവരെ അന്വേഷിച്ച് റോമൻ ഗവൺമെന്റ് അല്ലെങ്കിൽ റോമൻ പട്ടാളക്കാർ, മഹാപുരോഹിതന്മാർ ഇവരെ ഈ അപ്പോസ്തലന്മാരെ തിരക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പത്രോസ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. എവിടെ വെച്ചാന്നറിയാവോ? അകലം വിട്ട് കർത്താവിനെ അനുഗമിച്ച് ആ രാത്രിയിൽ അവൻ തീ കാഞ്ഞുകൊണ്ട് യേശുവിനെ വിസ്തരിക്കുന്നത് കണ്ടോണ്ടിരുന്നപ്പോൾ ഒരു പെങ്കൊച്ച് ചോദിച്ചു, നീയും ആ ഗലീലക്കാരനല്ലേ? കൊച്ചു പിള്ളേർക്ക് പോലും ചോദിക്കും, നീയും ആ ഗലീലക്കാരനല്ലേ? നീയും അവന്റെ കൂടെ സഞ്ചരിച്ചതല്ലേ? ആ രാത്രിയിലാണ് ഭയന്ന് അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിച്ച് ജയിലിൽ അടയ്ക്കുമോ തൂക്കിക്കൊല്ലുമോ എന്നൊന്നും അറിയേല ഭയന്ന് പത്രോസ് പറഞ്ഞത്, ഞാൻ അവനെ അറിയേല. തള്ളിപ്പറഞ്ഞ് അണയിട്ട് പ്രാഗി ഓടിക്കളഞ്ഞത് പേടിച്ചിട്ടാണ്. ഭയം. ഈ പേടി കൊണ്ട് ശിഷ്യന്മാർ ഒളിച്ചിരുന്ന ശനിയാഴ്ച. ഞാൻ ഇങ്ങനെ ഒരു സത്യം നിങ്ങളോട് പറയുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ ലൈവിൽ കാണുന്നവരും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരും ഇടയ്ക്ക് ഇച്ചിരി നേരം ഉറങ്ങിയാലും ഞാനൊന്നും പറയുകയല്ല കേട്ടോ. പക്ഷെ ഇപ്പൊ ഈ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. അത് പോയാ എല്ലാം പോയി. കൈ കൊടുത്ത് പറഞ്ഞു, ഇനി പറയുന്ന കാര്യം പോയാ എല്ലാം പോയി പറഞ്ഞാട്ടെ. മീറ്റിംഗേ പോയി. സ്തോത്രം. ഇടയ്ക്ക് എങ്ങാണ് ഇച്ചിരി വന്ന് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തല ഒന്ന് തറയിലടിക്കാതിരുന്നാ മതി. കരം ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. ഓശന്നായിൽ വലിയ ആരവാരവും ബഹളവും നിങ്ങൾ കാണുന്നുണ്ടോ? പട്ടണം മുഴുവൻ ഇളകി നിൽക്കുകയാണ്. കർത്താവിന്റെ ക്രൂശീകരണത്തിലും അവനെ ക്രൂശിക്ക എന്ന് പറയാൻ ആയിരങ്ങൾ ഉണ്ടായിരുന്നു, സൈന്യം ഉണ്ടായിരുന്നു, പട്ടാളം ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു ബഹളമായിരുന്നു. ഇനി അത് മാത്രമാണോ? മനുഷ്യന്റെ ബഹളം മാത്രമാണോ? ഭൂമി കുലുങ്ങി. കർത്താവിനെ ക്രൂശിച്ചപ്പോൾ പട്ടാപ്പകൽ ഇരുട്ടായി. യേശു ക്രൂശിതനായപ്പോൾ പട്ടാപ്പകൽ ഇരുട്ട് വന്നു. സൂര്യൻ കരിമ്പടം മൂടിയതുപോലെയായി. ഭൂകമ്പമുണ്ടായി. മരിച്ച വിശുദ്ധന്മാർ കല്ലറകളെ ഭേദിച്ച് ഉയർത്തു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഈ ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ ഞാനൊരു സത്യം പറയുന്നത്, ഭൂകമ്പം, ദേശം കുലുങ്ങി, ദേശം ഇരുട്ടായി. കർത്താവിന്റെ കാൽവറി യാഗത്തിൽ നിനക്ക് തുറന്ന വഴിയെ ഇവിടെ നടക്കുന്ന ഒരു യാഗങ്ങൾക്കും അടയ്ക്കാൻ കഴിയത്തില്ലെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നെ അറിയിക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ വാക്ക് ആവർത്തിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിലൂടെ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടിയും തന്റെ മക്കൾക്ക് വേണ്ടിയും തുറക്കപ്പെട്ട ദൈവീക വിടുതലുകളെ തടയാൻ, അടയ്ക്കാൻ, ഇല്ലാതാക്കാൻ ഈ ഭൂമിയിലെ ഒരു യാഗങ്ങൾക്കും സാധ്യമല്ല. നിശബ്ദമായ ശനിയാഴ്ച. ഇനി കേട്ടോ, ദൈവത്തിന്റെ പ്രവൃത്തികളെക്കാളും അധികം
തല ഉയർത്തി പിടിച്ചേ. ഇനി ഇത് പോകരുത്. കുറച്ച് കഴിഞ്ഞ് ഉറങ്ങിക്കോ. ആൻറ്റി ഉറങ്ങിക്കോ കേട്ടോ. എന്നെ നോക്കി, ഇത് പോകരുത്. ഇപ്പൊ ഈ പറഞ്ഞ സാധനം പോകരുത്. ദൈവത്തിന്റെ ഭയങ്കര പ്രവൃത്തികളെക്കാളും അധികം, ആരവാരങ്ങളെക്കാളും ആർപ്പുവിളികളെക്കാളും അധികം ഭയപ്പെടേണ്ടത്, വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ നിശബ്ദതയാണ്. ആമേൻ. അടുത്ത വാക്യം, ദൈവം ഇപ്പോൾ ഇടപെട്ടേ മതിയാകൂ. ദൈവം ഇതിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു മൊമെന്റിൽ, ഇപ്പോഴോ എപ്പോഴെങ്കിലുമോ ദൈവം തമ്പുരാൻ നിശബ്ദനായി ഇരിക്കുകയോ ഇപ്പോൾ നിശബ്ദനായി ഇരിക്കുന്നെങ്കിലോ എഴുതി വെച്ചോ, ഉടനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒട്ടനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. വെയിറ്റ്, എവിടെയോ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോകുകയാണ്. ഈ ഹെവനിൽ, സ്വർഗത്തിൽ ഒരു വലിയ പ്ലാനിങ് നടക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ പ്ലാൻ ചെയ്തത് അവസാനിപ്പിക്കാനാണെങ്കിൽ ദൈവം ചിലത് തുടങ്ങാൻ പ്ലാൻ ചെയ്യുകയാണ്. മനുഷ്യൻ അവസാനിപ്പിക്കാൻ പ്ലാൻ ചെയ്തെങ്കിൽ ദൈവം ചിലത് തുടങ്ങാൻ പ്ലാൻ ചെയ്യുകയാണ്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തെന്ന് പറഞ്ഞേ, ദൈവം എവിടെങ്കിലും നിന്റെ ജീവിതത്തിൽ നിശബ്ദനാണെങ്കിൽ പറഞ്ഞേ, ദൈവം നിന്റെ ജീവിതത്തിൽ എവിടെങ്കിലും നിശബ്ദനായി നിനക്ക് തോന്നുന്നെങ്കിൽ ആ കൈ ഒന്ന് കുലുക്കിച്ച് പറഞ്ഞേ, ഉടനെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതും ഞാൻ വിചാരിക്കുന്ന ട്വിസ്റ്റ് അല്ല, അത് ഞെട്ടിക്കുന്ന, അത് ഞാൻ വിചാരിക്കുന്ന ട്വിസ്റ്റ് അല്ലത്. അത് ഈ പ്രപഞ്ചത്തിന് പോലും വിശ്വസിക്കാൻ കഴിയാത്തതിൽ. പ്രവാചകനായ ഹബക്കൂക്ക്, വേദപുസ്തകത്തിൽ വലിയ പ്രവാചകന്മാരുണ്ട്, ചെറിയ പ്രവാചകന്മാരുണ്ട്. അങ്ങനെയാണ് ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്, അത് സത്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. യെശയ്യാവും യിരെമ്യാവും എഗസ്കേലും ഒക്കെ വലിയ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ വരുന്നവരാണ്. ഹബക്കൂക്ക്, ഹഗായി, ഇങ്ങനെയൊക്കെയുള്ള മലാഖി, മീഖ, ഇങ്ങനെയൊക്കെയുള്ള പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാരുടെ പട്ടികയിൽ വരുന്നവരാണ്. ഇതിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നേ, എന്നെ പോലെ ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ആളാണ് ഹബക്കൂക്ക്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ പോലെയൊക്കെ ആയിരുന്നെന്ന്. കാരണം ഈ ഹബക്കൂക്ക് തന്റെ പ്രവചന പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ദൈവത്തോട് ചോദിക്കുകയാണ്, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, ഹബക്കൂക്ക് പറയാണ്, ഞാൻ കുറെ നാളായിട്ട് കരയുന്നുണ്ട്. പിണക്കാ കേട്ടോ, ഞാൻ കുറെ നാളായിട്ട് കരയുന്നുണ്ട്, കുറെ നാളായിട്ട് കുറെ കാര്യം പറയുന്നുണ്ട്, നീ എത്ര നാള് ഞാൻ ഈ പറയുന്നത് കേൾക്കാതിരിക്കും? ഹല്ലേലൂയ. എന്താ എന്റെ ദൈവമേ നീ മിണ്ടാത്തെ, അനങ്ങാത്തെ? ഇനി അത് ഞാൻ വെറുതെ പറയല്ല, താഴോട്ട് വായിക്കുമ്പോ പുള്ളി ചോദിക്കുന്നുണ്ട്, സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കും? ഞാൻ ഈ നിലവിളിക്കുന്ന അല്ലാതെ നീ എന്നെ രക്ഷിക്കാത്തത് എന്താണ്? 3-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നു, നീ നീതികേട് കാണുമാറാകുന്നതും പീഡനം വെറുതെ നോക്കി നിൽക്കുന്നത് എന്ത്? ഇത്രയും ആളുകൾ, ഈ പറയപ്പെട്ട പലരും, ഈ നിങ്ങളുടെ തിരുവനന്തപുരംകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തുള്ള സകല വൃത്തികേടും കാണിച്ച് നടക്കുന്നവനെല്ലാം ഉണ്ട്, എനിക്ക് മാത്രം പ്രശ്നം കണ്ടോ. നമ്മളായിട്ട് വരുന്നുണ്ടോ? ഏകദേശമൊക്കെ കണക്റ്റായി വരുന്നുണ്ട്. ഇപ്പൊ വരും, ബാക്കി വരും. നീ നീതികേട് കാണുമാറാകുന്നതും പീഡനം വെറുതെ നോക്കി നിൽക്കുന്നത് എന്ത്? കവർച്ചയും സാഹസവും എന്റെ മുൻപിലുണ്ട്, കലഹം നടക്കുന്നു, ശണ്ട ഉണ്ടാകുന്നു. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെടുന്നില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയോടെ വെളിപ്പെട്ടു വരുന്നു. ആ ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ,
എന്നിട്ട് ഇങ്ങനെ വിവരിച്ച് അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഹബക്കൂക്ക് പറയുന്നുണ്ട്, ദൈവമേ നീ കൈകെട്ടി നിൽക്കുന്നതെന്ത്, നീ മിണ്ടാത്തതെന്ത്, നീ നോക്കാത്തതെന്ത്, നീ പ്രവർത്തിക്കാത്തതെന്ത്, നീ ഇറങ്ങി വരാത്തതെന്ത്. ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന, പ്രവർത്തിക്കാതിരിക്കുന്ന, അനങ്ങാതിരിക്കുന്ന ദുഷ്ടൻ ഇത്രയും പ്രബലനായിട്ടും അവനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഹബക്കൂക്ക് പറയുകയാണ്. 1-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് പറയുന്നത് മിണ്ടാതിരിക്കുന്ന നിശബ്ദനായ ദൈവം. പറഞ്ഞേ, നിശബ്ദനായ ദൈവം. നിശബ്ദനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒറ്റ അധ്യായമേ ഉള്ളെങ്കിലും ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ പകുതി ഉണ്ട് അതിനകത്ത്. ആ മനുഷ്യൻ എത്ര വർഷം വരെ ജീവിച്ചെന്ന് എനിക്ക് കണക്കറിഞ്ഞൂടാ. പക്ഷേ ആ 1-ാം അധ്യായം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ലൈഫിനോടുള്ള ബന്ധത്തിന്റെ പകുതിയുണ്ട്. ഹബക്കൂക്ക് പറയുന്നു, ഞാൻ കണ്ടത്, ഞാൻ കാണുന്നത് നിശബ്ദനായിരിക്കുന്ന ദൈവത്തെയാണ്. എന്നാൽ ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? 2-ാമത്തെ വാക്യം എടുത്ത് 2-ാം അധ്യായം 2-ാം വാക്യം, യഹോവ എന്നോട് ഉത്തരമരുളിയത്. ഈ നിങ്ങള് കൈകൊട്ടാഞ്ഞതും മിണ്ടാഞ്ഞതും എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞോണ്ടാ. 1-ാം അധ്യായത്തിൽ നിശബ്ദനായിരിക്കുന്ന, പ്രവർത്തിക്കാതിരിക്കുന്ന, ദീർഘവർഷങ്ങൾ, ദീർഘമാസങ്ങൾ ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി നൽകാതെ സൈലന്റ് ആയിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഹബക്കൂക്ക് പറയുന്നു. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹബക്കൂക്കിന് ദൈവം മറുപടി കൊടുക്കുകയാണ്. യഹോവ എന്നോട് മറുപടി പറഞ്ഞത്, യഹോവ എന്നോട് ഉത്തരമരുളിയത്. ഇന്ന് ഈ മീറ്റിംഗിൽ വന്നവരോട് ഞാൻ പറയുന്നു, നിശബ്ദതയുടെ താളുകൾ മറിയാൻ പോവുകയാണ്. ദൈവീക നിശബ്ദതയുടെ താളുകൾ മറിഞ്ഞ് മറുപടിയുടെ അധ്യായങ്ങൾ, ഉത്തരമരുളുന്ന അധ്യായങ്ങൾ, ദൈവത്തിൽ നിന്ന് മറുപടി ഉണ്ടാകുന്ന ചാപ്റ്ററുകൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ തുറന്നു വരട്ടെ. ഇത് കേവലം ഒരു വചന ശുശ്രൂഷയല്ല, ഇതിന്ന് പകൽ നിങ്ങളോടുള്ള പ്രവചനമാണ്. ഇത് നിങ്ങളോടുള്ള ദൈവികമായ ദൂതാണ്. ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ശിരസിൽ കൈവച്ച് പറയുന്നു, നിശബ്ദതയുടെ അധ്യായങ്ങൾ മറിയുന്നു, മറുപടിയുടെ അധ്യായങ്ങൾ തുറക്കുന്നു. ഈ കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതായ, നിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്, നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചത്, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, നിന്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്, നിന്റെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചത്, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, നിന്റെ സാമ്പത്തിക വഴികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, യേശുവിന്റെ നാമത്തിൽ മറുപടിയായി വെളിപ്പെട്ടു വരട്ടെ. കരമടിച്ച് ദൈവദാസന്മാര് സഭയും ആരാധിക്കുമ്പോൾ തിരുവനന്തപുരം ജീസസ് ഈസ് അലൈവ് ചർച്ചിന്റെ മുകളിലുള്ള വാഗ്ദത്തങ്ങളുടെ കലവറകൾ ഇന്ന് പകൽ ആത്മതലത്തിൽ തുറന്നു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ സഭയ്ക്ക് തുറക്കേണ്ടതായ പാസ്റ്റർ ക്രിസ്റ്റി പ്രാർത്ഥിച്ച, ഈ സഭ പ്രാർത്ഥിച്ച, കോശി ബ്രദർ പ്രാർത്ഥിച്ച, ഇവിടുത്തെ ശുശ്രൂഷകർ പ്രാർത്ഥിച്ച, ഈ സഭയെ നോക്കി ഞാൻ പ്രവചിച്ച മുഴുവൻ പ്രവചനങ്ങളുടെ അലവറകൾ തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. എന്നും നിശബ്ദതയല്ല, എന്നും കണ്ണുനീരല്ല, എന്നും പട്ടിണിയല്ല, എന്നും കടം മേടിക്കാൻ നടക്കുകയല്ല, എന്നും ദാരിദ്ര്യമല്ല, എന്നും തകർച്ചയല്ല, എന്നും പ്രതിസന്ധിയല്ല, എന്നും പ്രതികൂലമല്ല, എന്നും കൊടുങ്കാറ്റല്ല, എന്നും ഈശാനമൂലനല്ല, എന്നും ചെങ്കടലല്ല. ഇന്ന് പകലിൽ മറുപടികളുടെ അധ്യായം തുറന്നു വരണേ. യഹോവ എന്നോട് ഉത്തരമരുളിയത്. ആശിഷെ 1-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെ?
പാസ്റ്റർ ക്രിസ്റ്റി 1-ാം അധ്യായം തുടങ്ങുന്ന ഇങ്ങനെ, യഹോവേ നീ മിണ്ടാതിരിക്കുന്നത് എന്ത്? എന്റെ നിലവിളി നീ കേൾക്കാതിരിക്കുന്നത് എന്ത്? ഞാൻ ഇത്രത്തോളം കരഞ്ഞിട്ടും ദുഷ്ടൻ അവിടെ വർദ്ധിക്കുമ്പോൾ, നന്മകൾ ഉണ്ടാകുമ്പോൾ ഈ പ്രതിസന്ധി എന്തുകൊണ്ട് എനിക്ക്? എന്തുകൊണ്ട് ഈ പ്രതികൂലം? എന്തുകൊണ്ട് ഈ വൈഷമ്യം? എന്തുകൊണ്ട് ഈ കഷ്ടത? എന്തുകൊണ്ട് ഈ നിരാശ? എന്താപ്പാ എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എന്താ മിണ്ടാതിരിക്കുന്ന? മനസ്സിലാകുന്നു മക്കളെ, 1-ാം അധ്യായം കൊണ്ട് നിന്റെ ജീവിതം തീരത്തില്ല. ഈ 1-ാം അധ്യായം കൊണ്ട് അവസാനിക്കുന്നതല്ല നിന്റെ ചരിത്രം. ഈ 1-ാം അധ്യായം കൊണ്ട് തീരുന്നതല്ല നിന്റെ ജീവിതം. ഉറപ്പായും ഒരു 2-ാം അധ്യായം തുറക്കപ്പെടും. ദൈവം ഈ മനുഷ്യനോട് പറയുകയാണ്, നീ ഇനി ഇത് കേട്ടാൽ മാത്രം പോരാ, നീ എഴുതണം. ദർശനം എഴുതണം. നിങ്ങൾ ആ TV-യിൽ വാക്യം കാണാമെങ്കിൽ നോക്കിക്കോണം. ദർശനം 2-ാം അധ്യായത്തിലായി പറയുന്നേ. 1-ാം അധ്യായത്തിൽ ദൈവം വാ തുറക്കുന്നില്ലെന്നാ പുള്ളി പറഞ്ഞേ. 2-ാം അധ്യായത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു മനുഷ്യനെ. നീ ദർശനം എഴുതണം. മലയാളത്തിൽ എഴുതിയിരിക്കുന്നതേ ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കണം. ഓടിച്ച് വായിക്കാൻ തക്കവണ്ണം. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല. ദാറ്റ് ഹി മേ റൺ ദാറ്റ് റീഡ് ഇറ്റ്. ഓടിപ്പോകുന്നവനും വായിക്കാൻ പറ്റണം. ഈ എന്തോ അർത്ഥവ്യത്യാസമാണെന്നറിയോ? അർത്ഥവ്യത്യാസം ഭയങ്കര. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നീ ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം പലകയിൽ എഴുതണമെന്ന. പക്ഷെ അതിന്റെ ബാക്കി യഥാർത്ഥ എല്ലാ ട്രാൻസ്ലേഷനും എഴുതിയിരിക്കുന്നത് ഓടിപ്പോകുന്നവനും ഇത് വായിക്കും. ഇങ്ങനെ ഓടിപ്പോകുന്നവനും, വെറുതെ വന്ന് അതുവഴി ചുമ്മാ പോയവനും നിന്റെ വിടുതൽ കാണണം. ദൈവം നിന്നെ അനുഗ്രഹിച്ചത് കാണണം. എവിടെ നിന്നാലും നിന്റെ അനുഗ്രഹം കാണണം. അത് വഴിയെ പോകുന്നവർ കാണണം. അത് വന്ന് നിന്നവൻ കാണണം. അത് ഓടി പോകുന്നവൻ കാണണം. അത് ചേർന്ന് നിന്നവൻ കാണണം. In the name of Jesus. ഓടി പോകുന്നവൻ കാണണം. പതിനൊന്നാം വാക്യത്തിൽ വരുമ്പോഴേ ഈ മനുഷ്യൻ പറയുകയാണേ, ആരാ? ഹബക്കൂക്ക് പറയുകയാണേ, ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമെന്ന്. പിടിയിട്ടില്ലല്ലേ? സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ദൈവമേ, ദൈവത്തോട് ഈ പുള്ളി ആദ്യം പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി തരാത്ത എന്താ? നീ നിശബ്ദനായിരിക്കുന്ന എന്താ? നിശബ്ദ ശനിയാഴ്ചയിൽ നീ നിശബ്ദനായി ഇരിക്കുന്ന എന്താണ്? പിന്നെ പുള്ളിക്ക് മനസ്സിലായി അബദ്ധം പറ്റിപ്പോയാന്ന്. ഈ ദൈവത്തിന് കല്ലിനെയും കൊണ്ടുവരെ മരത്തെയും കൊണ്ടുവരെ സംസാരിപ്പിക്കാൻ പറ്റുന്നവനാണ്. അത് യേശു കർത്താവ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു, നിങ്ങൾ ആർത്തു വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ഇനി 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഗീതമാ, വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഗീതം, പ്രാർത്ഥന ഗീതം അല്ലേ? ഈ നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. അങ്ങനല്ലേ യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്? കണ്ടോ, 1-ാം അധ്യായത്തിൽ കഷ്ടതയുടെ പ്രാർത്ഥന, 2-ാം അധ്യായത്തിൽ പ്രാർത്ഥനയുടെ മറുപടി, 3-ാം അധ്യായത്തിൽ വർഷിപ്പ്. 3-ാം അധ്യായത്തിൽ വർഷിപ്പ്. ആ
വർഷിപ്പിനകത്ത് ഈ ഹബക്കൂക്ക് പറയുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ 2-ാം വാക്യത്തിൽ, ഹോവേ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഇനി താഴോട്ട് വരുമ്പോ ഇത് ഭയങ്കരമായിട്ട് വായിക്കേണ്ട ഒരു കാര്യമാണ്. പർവ്വതങ്ങൾ, 10-ാമത്തെ വാക്യം, പർവ്വതങ്ങൾ നിന്നെ കണ്ടു വിറയ്ക്കുന്നു. നിങ്ങൾ എന്നെ കേട്ടോണേ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്കുള്ളതാ. പർവ്വതങ്ങൾ നിന്നെ കണ്ടു വിറയ്ക്കുന്നു, വെള്ളത്തിന്റെ പ്രവാഹം കടന്നു പോകുന്നു, ആഴി മുഴക്കം പുറപ്പെടുവിക്കുന്നു, ഉയരത്തിലേക്ക് കൈ ഉയർത്തുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ഭയങ്കരം. നീ ദുഷ്ടന്റെ വീട്ടിലെ മോന്തായം, 13-ാം വാക്യം, നീ ദുഷ്ടന്റെ വീടിന്റെ മോന്തായം തകർത്തു, അടിസ്ഥാനത്തെ കഴുത്തോളം അനാവൃതമാക്കി. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെയൊക്കെയാണോ നേരത്തെ പറഞ്ഞേ? ഈ പുള്ളി ഇങ്ങനെയൊക്കെയായിരുന്നു 1-ാം അധ്യായത്തിൽ പറഞ്ഞേ? പറ, നമുക്ക് ഉണ്ടല്ലോ 2 മുഖം. ഇങ്ങനെയൊക്കെയാണോ 1-ാം അധ്യായത്തിൽ പറഞ്ഞേ? നീ ദുഷ്ടന്റെ അകൃത്യം കണക്കിടാതിരിക്കുന്ന എന്ത്? നീ ദുഷ്ടനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന എന്ത്? അവന് നന്മയുണ്ടാകുന്ന എന്ത്? പുള്ളി ആകെ അസ്വസ്ഥനായിരുന്നു. ഇപ്പൊ പുള്ളി പ്രാർത്ഥനയ്ക്ക് മറുപടി ആയപ്പോ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നപ്പോ പുള്ളി പറയുകയാണ്, ദുഷ്ടന്റെ മോന്തായ ഇടിച്ച് തകർത്തുന്നു. ഇത് അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്ന. ഇനിയിപ്പോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ നേരെ വരരുത്. ആ വാക്ക് കിട്ടെ TV-ക്കകത്ത്. അവർക്കും കിട്ടിയില്ലയോ അത്? ഇനിയിപ്പോ ഞാനതൊന്നുകൂടെ പറയണം. വായിച്ചേ. നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷിക്തന്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്നു. നീ ദുഷ്ടന്റെ വീട്ടിൽ നിന്ന് മോന്തായം തകർത്ത് അടിസ്ഥാനത്തെ കഴുത്തോളം അനാവൃതമാക്കുന്നു. കണ്ടോ, എല്ലാം മാറി. പറഞ്ഞ എല്ലാം മാറി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ നിശബ്ദതയ്ക്ക് ശേഷം ഒരു ട്വിസ്റ്റ് ഉണ്ടായോ? ഉണ്ടായോ? പറ. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ പ്രവർത്തികളെക്കായാലും ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെക്കായാലും ആർത്തു വിളിക്കുന്ന ആർപ്പുകളെക്കായാലും ആരവാരങ്ങളെക്കായാലും അധികം ഭയപ്പെടേണ്ടത്, വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ നിശബ്ദതയാണ്. മക്കളെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ലൈഫിൽ ദൈവത്തിന്റെ ഒരു ദാസൻ, ഒരു ദൈവം വിളിച്ച് വേർതിരിച്ച അഭിഷേകം ചെയ്ത ഒരു പ്രവാചകൻ, കർത്താവിൻ്റെ ഒരു അഭിഷിക്തൻ എന്ന നിലയിൽ താഴ്മയോടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ കർത്താവേ നീ എന്തുകൊണ്ട് ഇതിന് മറുപടി തന്നില്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, നീ നിശബ്ദനായിരിക്കുന്നത് എന്ത്, എനിക്കെന്തുകൊണ്ട് അതിലൊരു സൗഖ്യമുണ്ടാകുന്നില്ല, ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യാൻ ഒരു പേഷ്യൻസി നിനക്കുണ്ടെങ്കിൽ, അതുവരെ കാത്തിരിക്കാൻ ഒരു പേഷ്യൻസി നിനക്കുണ്ടെങ്കിൽ, അതുവരെ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കാൻ ഒരു സബ്മിഷൻ, ഒരു വിധേയത്വം താങ്കൾക്കുണ്ടെങ്കിൽ, നിന്റെ അധരത്തിൽ ആരാധനയുടെ ഗീതങ്ങൾ ദൈവം തരാൻ പോവുകയാണ്. നിന്റെ അധരത്തിൽ സ്തുതിയുടെ ഗീതങ്ങൾ ദൈവം തരാൻ പോവുകയാണ്. ഈ ലൈവിൽ കാണുന്നവരോട്, ഈ ചർച്ചിൽ കൂടിയിരിക്കുന്നവരോട് കർത്താവ് പറയുന്നു, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ നിശബ്ദതകൾ. ഇപ്പോൾ നോക്കിയേ, തെരുവോരങ്ങളിൽ ആൾക്കൂട്ടങ്ങളില്ല, ദൈവരാജ്യ പ്രസംഗങ്ങളില്ല, പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെ ഒന്നും കാണാനില്ല. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 10,000 വിളമ്പുന്ന മിറക്കുലസായ സൂപ്പർ നാച്ചുറലായ ശുശ്രൂഷകളില്ല. പച്ചവെള്ളം വീഞ്ഞാകുന്നില്ല, അന്ധൻ കാണുന്നില്ല, എല്ലാം ശാന്തമായിരിക്കുന്നു. ശത്രുക്കളുടെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ട്. ശത്രുക്കളുടെ ഉള്ളിൽ അല്പം ആശങ്കയുമുണ്ട്. അവരത്ര ഹാപ്പി അല്ല. കാരണം
കർത്താവിനെ ക്രൂശിച്ചതിൻ്റെ അന്ന് വൈകിട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് ദേശം ഇരുണ്ടു, ഭൂകമ്പം ഉണ്ടായി, എന്തൊക്കെയോ സംഭവിക്കുന്നു, ഒന്നും പിടികിട്ടുന്നില്ല. ഇനി അത് മാത്രമല്ല, ഈ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഇവറ്റകൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ മന്ദിരം നിങ്ങൾ പൊളിക്കുവീൻ, ഞാൻ 3-ാം ദിവസം ഇതിനെ പണിയും. അതിന് നടക്കാതിരിക്കാൻ, അത് സംഭവിക്കാതിരിക്കാൻ ഷിഫ്റ്റ് വെച്ച് പൈസ കൊടുത്ത് പട്ടാളക്കാരെ കല്ലറയുടെ മുമ്പിൽ കാവലാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരാൾ ഈ ഭൂമി മരിച്ചു കഴിഞ്ഞാൽ മാനുഷികമായി ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ അതോടുകൂടെ ഈ ഭൂമിയിൽ തൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിനൊത്തവണ്ണം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ അവരെ ദൈവം വെച്ച സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതാണ് സത്യം. പണ്ടൊരിക്കൽ ആരാണ്ട് പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം സെമിത്തേരിയ എന്നാ പറഞ്ഞു. ആരും മിണ്ടുന്നില്ല. സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ സ്ഥലം ഒരു മനുഷ്യൻ പറഞ്ഞതാ. കാരണം നിങ്ങൾക്കൊക്കെ പേടിയായിരിക്കും. പുള്ളി പറയുന്നത് പേടിക്കേണ്ടാത്തൊരു സ്ഥലമുണ്ട്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറേ ആളുകൾ കിടക്കുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ മാത്രമേ ഉള്ളൂ. എല്ലാം അവസാനിച്ച് കിടക്കുകയാണ്. പിന്നെ എന്തിനാണ് യേശു കർത്താവിൻ്റെ കല്ലറയുടെ വാതിക്കൽ പട്ടാളക്കാർ? റോമൻ മുദ്ര പതിപ്പിച്ചെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ നിങ്ങളുടെയൊക്കെ ചെയ്ത് ഏതാണ്ട് സ്റ്റാമ്പിലും ഈ ചില വീടുകളൊക്കെ ജപ്തി ചെയ്യുമ്പം പൂട്ടിയിട്ട് അതിനകത്തൊരു ചുമന്ന മെഴുകുതിരി പോലൊരു സാധനം കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കുക. അതൊന്നുമല്ല, വലിയ ചങ്ങല കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് പൂട്ടും. റോമൻ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ പേടിച്ചു. വലിയ ഹെൽമറ്റൊക്കെ വെച്ച്, അത് ഈ നമ്മുടെയൊക്കെ നാട്ടിലെ വലിയ പൂവൻകോഴിയുടെ തലയിൽ ആ ചുമന്നൊരു സാധനം ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അറിയില്ല, അതുപോലത്തെ വലിയ ഇതൊക്കെ വെച്ച് റോമൻ പട്ടാളക്കാർ വലിയ പടച്ചട്ടയൊക്കെ ധരിച്ച് നിൽക്കുന്ന പട്ടാളക്കാരാണ്ട് പിള്ളേരിട്ട് കഴിഞ്ഞോണ്ടോ? കാണുന്നുണ്ടോ? ഇതാണ് റോമൻ പട്ടാളക്കാർ. ഇവരെ കാണുമ്പം തന്നെ മറ്റേ അവരാ ഹെൽമറ്റ് ചൊവ്വേ കണ്ടില്ലായിരുന്നെന്ന് കണ്ടോ? ആ ഇപ്പൊ സന്തോഷമായി. കാണാത്തത് കാണുമെന്ന് ദൂതുണ്ടായിരുന്നു, മാറ്റി. അപ്പോ ഇവരെ കണ്ടാൽ തന്നെ പേടിച്ചു. ഇവരെയൊക്കെയാണ് അവിടെ പൈസ കൊടുത്ത് കാവൽ നിർത്തി. എൻ്റെ ചോദ്യം, നിങ്ങളതിന് എനിക്ക് പേഴ്സണലി ഉത്തരം തരണം. ഇതിനകത്ത് ഈ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ, യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ബോംബിട്ടിട്ടില്ല, ഹർത്താൽ നടത്തിയിട്ടില്ല, കേൾക്കുന്നോ? വണ്ടിക്ക് കല്ലെറിഞ്ഞിട്ടില്ല, ആരെയും വെട്ടിക്കൊന്നിട്ടില്ല, കുത്തിക്കൊന്നിട്ടില്ല. ഒരാളെ പോലും കർത്താവ് ദ്രോഹിച്ചിട്ടില്ല. ശത്രുക്കളെ പോലും സ്നേഹിച്ച, എല്ലാവരെയും ഉൾക്കൊണ്ട, പാപികളെ ചേർത്ത് പിടിച്ച, എല്ലാവർക്കും നല്ല സ്നേഹിതനായിരുന്ന ഈ കർത്താവിൻ്റെ കല്ലറവാതിക്കൽ എന്തിനാണ് ഇത്രയും സെക്യൂരിറ്റി? അപ്പോ നിങ്ങൾക്കില്ലാത്ത വിശ്വാസം പത്രോസിനും യാക്കോബിനും അവരെല്ലാം ഒളിവില കേട്ടോ. വിശ്വാസിയുടെ സ്വത്രമൊക്കെ പോയി, അത് കുറച്ച് നാൾ മുമ്പേ പോയി, അത് പോയി കിടക്കുക. പക്ഷേ ശത്രുക്കൾ ഇത് മറന്നിട്ടില്ല. നിങ്ങൾ ഈ മന്ദിരം പൊളിക്കുകയും ഞാൻ 3-ാമത്തെ ദിവസം ഇതിനെ പണിയും. ആമേൻ. ചില ആളുകൾ നിങ്ങളോട് പ്രാർത്ഥനയ്ക്ക് പോകരുതെന്ന് പറയുന്നതേ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയത് കൊണ്ടോ ഈ പ്രാർത്ഥനയ്ക്ക് വന്നതുകൊണ്ടോ അവർക്കും ഒരു നഷ്ടം ഉണ്ടാകുകയില്ല, നിങ്ങൾക്കും ഒരു കുഴപ്പം ഉണ്ടാകുകയില്ലെന്ന് ഈ പറഞ്ഞവർക്കറിയാം. അവർക്ക് എന്ത് നഷ്ടമാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതുകൊണ്ട്? പക്ഷേ നിങ്ങൾ പോകാതിരുന്നാൽ മാത്രമേ നിങ്ങൾ ആ പഴയ സ്ഥിതിയിൽ തുടരത്തുള്ളൂ. ഇതിനകത്ത് വന്നാൽ നീ രക്ഷപ്പെടുമെന്ന് നിനക്കില്ലാത്ത വിശ്വാസം അവനുണ്ട്. ആമേൻ. മനസ്സിലായില്ലേ? ആ, അങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെയുള്ള പ്രാർത്ഥന വരുമ്പോൾ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ അധികം ആളുകൾ പറയുന്നില്ല. ഓ, എന്തിക്കോസി പോയതാ,
തുള്ളാൻ പോയതാ, തുള്ളുന്നവരുടെ ഇടയിൽ പോയതാ. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇല്ല, ഞങ്ങളുടെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. തുള്ളാൻ പോയതാ. അപ്പൊ ഈ ചെറിയ മാടക്കടയിൽ നാരങ്ങാവെള്ളവും ബിസ്ക്കറ്റും വിൽക്കുന്ന ചേട്ടനും പറയുന്നത് ഇവരെവിടെ പോയതാ? തുള്ളാൻ പോയതാ. ഇതാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. പക്ഷെ ഈ ചേട്ടനോ ചേച്ചിയോ അറിയുന്നുണ്ടോ ഇവറ്റകൾ ഇതി വന്ന് വെറുതെ കുത്തിയിരിക്കുക? ആരും മിണ്ടുന്നില്ലല്ലോ, അനങ്ങുന്ന പോലും ഇല്ലെന്ന്. പറഞ്ഞതെന്തുവാ? ഇടാൻ പോയത്. സ്തോത്രം. പക്ഷെ പേപ്പർ വെയിറ്റ് പോലെ നമ്മളിതീ വന്നിരിക്കുകയാണെന്ന് ആരെങ്കിലും അറിയുന്നുണ്ട്? നമുക്കില്ലാത്ത വിശ്വാസം ആർക്കുണ്ട്? നാട്ടുകാർക്ക് നമ്മളെ കുറിച്ചുണ്ട്. ആരും മിണ്ടുന്നില്ലല്ലോ. ജോസഫിനില്ലാത്ത വിശ്വാസം ജോസഫിന്റെ സഹോദരങ്ങൾക്കുള്ളത് കൊണ്ടാണ് ജോസഫിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചിട്ടത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവർക്കറിയാം ദൈവം ഒരു സ്വപ്നം കാണിച്ചെങ്കിൽ ദൈവം അത് ചെയ്യുന്ന ദൈവമാണ്. നീ ഒന്നുകൂടെ പറയാം, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഈ കർത്താവിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി. നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ നന്നായിട്ട് അറിയാം നീ രക്ഷപ്പെടുമെന്ന് പിശാചിന്. പിശാചിന് നല്ലോണം അറിയാം നീ രക്ഷപ്പെടുമെന്ന്. അപ്പൊ കല്ലറയുടെ വാതിക്കൽ പട്ടാളക്കാർ കാവൽ നിൽക്കുകയാണ്. എന്തിനാണെന്നറിയോ? വാഗ്ദത്തം നിവർത്തീകരിക്കാതിരിക്കാൻ. Are you listening me? കർത്താവിന്റെ ശുശ്രൂഷയിൽ വിളിയുള്ള ചിലർ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ഈ മീറ്റിംഗിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പറഞ്ഞു, ഇന്ന് ഈ മിനിസ്ട്രിയിൽ ശുശ്രൂഷയിൽ കോളിംഗ് ഉള്ളവരുടെ മേളിൽ ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ ഉണ്ടാവുക. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ ഏപ്രിൽ മാസത്തിൽ കുമ്പനാട് തിരുവല്ലയിൽ ഒരു പ്രത്യേക മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതും ഓർപ്പിക്കുകയാണ്. ഓൺലൈനിൽ കാണുന്നവരും ഈ ചർച്ച മിനിസ്ട്രിയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ആ മീറ്റിങ്ങിൽ വരണം. ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് ഒരു ദിവസം നടന്നു. അത് അനുഗ്രഹമായിരുന്നു. അന്നത്തെ ദിവസം പ്രൊഫസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും വൈറലാണ്. നിങ്ങളുടെ അടുത്ത് ന്യൂ ഇയർ സർവീസിന് വന്ന് പറഞ്ഞില്ലേ 2-ാം തീയതി ഈ വർഷം എന്തൊക്കെ നടക്കുമെന്ന് പറഞ്ഞത്? അത് മൊത്തം ഓരോന്നോരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ മീറ്റിംഗ് മിസ് ചെയ്യരുത്. ഇനി കേട്ടോ, എപ്പോൾ ഒരു വാഗ്ദത്തം നിങ്ങളുടെ മേളിൽ വീഴുന്നു അപ്പോൾ മുതൽ ആ വാഗ്ദത്തത്തെ നടപ്പിലാക്കാൻ പ്രവർത്തിക്കുന്ന ദൂതന്മാരുമുണ്ട്. മറുഭാഗത്ത് ആ വാഗ്ദത്തത്തിൽ നീ എത്താതിരിക്കാൻ നിന്നെ വഴിയിൽ തടയുന്ന പൈശാചിക ശക്തികളുമുണ്ട്. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞത്, എൻ്റെ മകനായ തിമോത്തിയോസേ, നീ എന്നിൽ നിന്ന് കേട്ട പ്രവചനങ്ങൾക്കൊത്തവണ്ണം നീ ദൈവസന്നിധിയിൽ യുദ്ധസേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നീ എന്നിൽ നിന്ന് കേട്ട ഒത്തിരി പ്രൊഫസികളുണ്ട്, ഒത്തിരി പ്രവചനങ്ങളുണ്ട്. നീ ലേസിയായിട്ടിരിക്കരുത്, അതങ്ങ് നടന്നോളും എന്ന് നീ ചിന്തിച്ച് ചുമ്മാ നടക്കരുത്. നീ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യണം. നീ അതിനെ പിടിക്കണം. മകനെ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞയെ ഞാൻ നിനക്ക് കേൾപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് യുദ്ധസേവ ചെയ്യുക. ഇത് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യിരെമ്യാവിനോട് 1-ാം അധ്യായത്തിൽ ദൈവം ചോദിക്കുന്നുണ്ട്, ജെറമ്യാ നീ എന്ത് കാണുന്നു? ജെറമ്യാ പറഞ്ഞു, ഞാൻ ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു. അപ്പോ നല്ല ബദാം വൃക്ഷത്തിന്റെ തളിർത്തു നിൽക്കുന്ന ഒരു കൊമ്പാണ് ജെറമ്യാ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് ദൈവം വീണ്ടും ചോദിക്കുന്നു, ജെറമ്യാ നീ ഇപ്പോൾ
എന്ത് കാണുന്നു? അവിടെ അവിടെ ആ വാക്യം ജെരമ്യ 1:12 ഒന്ന് കാണിച്ചേ മോനെ. എല്ലാവരും എടുക്കണ്ട, നിങ്ങൾ ആ ടെലിവിഷനിൽ നോക്കിയാ എന്നോട് പറഞ്ഞു, ഇരമ്യാവിനോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും. അപ്പോൾ ഞാൻ എന്താണോ നിന്നെ കാണിച്ചത്, തളിർക്കുന്ന കാഴ്ചയാണ് കാണിച്ചത്, പന്തലിക്കുന്ന കാഴ്ചയാണ് കാണിച്ചത്, ഫലമുണ്ടാകുന്ന കാഴ്ചയാണ് കാണിച്ചത്, ബദാം വളരുന്ന കാഴ്ചയാണ് കാണിച്ചത്. നീ എന്താണോ കണ്ടത്, ആ കണ്ടത് നിവർത്തിക്കേണ്ടതിന് ആ ദൂതിന്റെ പുറകിൽ ഞാൻ ഉണ്ടാവും. ആമേൻ. ഞാൻ വീണ്ടും ഈ ലൈവിൽ കാണുന്നവരോട് പറയുന്നു, ഈ ബൈബിളിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ വാ കൊണ്ട് പരസ്യമായി നിങ്ങളുടെ വീട്ടിൽ നിന്നോ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നോ ഒറ്റയ്ക്കിരുന്നോ ഈ ബൈബിളിൽ നിന്നൊരു വാക്യം നിങ്ങൾ വാ കൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ, ആ വചനത്തിന്റെ പിറകിൽ ദൈവമുണ്ട്. അതാണ് ബൈബിൾ പറയുന്നത്. ആ വാക്യം ഇടണ്ട. യെശയ്യാ 55:11 പറയുന്നത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിക്കാൻ. ഞാൻ പറയുന്നു, നിന്റെ തലമുറയുടെ മേളിൽ വീണ വചനങ്ങൾ നിവർത്തീകരിക്കപ്പെടും. സഭയുടെ മേളിൽ വീണ വചനങ്ങൾ നിവർത്തീകരിക്കപ്പെടും. കുടുംബത്തിന്റെ മേളിൽ വീണ നിന്റെ ശുശ്രൂഷയെ കുറിച്ച് വീണ വചനങ്ങൾ നിവർത്തീകരിക്കപ്പെടും. ഹല്ലേലൂയ. പക്ഷെ തീർന്നില്ല. തൊട്ട് താഴെ വായിക്കുമ്പോൾ വീണ്ടും ഒരു ഭാഗത്ത് തളിർക്കുന്ന ബദാം. പിന്നെയും ദൈവം ചോദിക്കുന്നു യിരെമ്യാവിനോട്, ജെരമ്യാ ഒന്നുകൂടെ പ്രാർത്ഥിച്ചേ, നീ ഇപ്പോൾ എന്നാ കാണുന്നേ? അവൻ പറഞ്ഞു, തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു, വടക്ക് നിന്നത് പ്രത്യക്ഷമായി വരുന്നു. ഇതിന് പ്രാവചനികമായി ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. ഒരു ഭാഗത്ത് തളിർക്കുന്ന ബദാം കാണുന്നു, മറുഭാഗത്തൊരു കലത്തിനകത്തിരുന്ന് വെള്ളം തിളയ്ക്കുന്നത് കാണുന്നു. ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ അല്ല. തിളച്ച വെള്ളം, ഞാൻ എൻ്റെ ഒരു ചിന്തയിൽ പറയാം, തിളച്ച വെള്ളം തളിർത്ത ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ചെടി ഉണങ്ങിപ്പോകും. ഉറപ്പാണോ? ഒരു ഭാഗത്ത് തളിർപ്പിക്കാൻ ദൈവം നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഉണക്കിക്കളയാൻ ശത്രു നിൽക്കുന്നെങ്കിൽ ആദ്യമേ തന്നെ ദൈവം പറഞ്ഞു, ഡോൺ വറി, ഞാൻ നിന്നെ കാണിച്ച വാഗ്ദത്തത്തെ ഞാൻ നിവർത്തിച്ചിരിക്കും, ഞാൻ നിവർത്തിച്ചിരിക്കും. ഇനി നിന്നെ ഉണക്കിക്കളയാൻ ആരൊക്കെ വെള്ളം തിളപ്പിച്ചാലും, യെസ് 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 യെസ്, നിന്റെ നന്മകളെ ഉണക്കിക്കളയാൻ ആരൊക്കെ വെള്ളം തിളപ്പിച്ചാലും, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത്യത്ഭുതകരമായ ദൈവപ്രവൃത്തികളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയാണ്. ഇന്നിവിടെ ഉണ്ടാവും. ഇന്നലെ മാൾട്ടയിൽ നിന്ന് ഒരു സഹോദരി അവർ പറഞ്ഞൊരു ടെസ്റ്റ് മണി, ആ കുഞ്ഞിന്റെ ഓട്ടിസം സൗഖ്യമായത് നിങ്ങൾ എത്ര പേർ കണ്ടു? ആ കുഞ്ഞിന് ഓട്ടിസം ആയിരുന്നു, AHD അങ്ങനെ, എനിക്ക് എൻ്റെ മെഡിക്കൽ ടൈം പറയാൻ അറിഞ്ഞൂടെ, AHD എന്നെങ്ങാണ്ടാണ് പറയുന്നത്. അതും ഉണ്ടായിരുന്നു. ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് വർത്താനം പറയത്തില്ലായിരുന്നു, സ്കൂളിൽ വിടാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ അവരോട് അവർ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരാലോചന എന്നിലൂടെ അവരെ അറിയിച്ചു. ഈ കുഞ്ഞ് നോർമലാകുമെന്നും പരിഹസിച്ച തലത്തിൽ നിന്ന് പരിഗണിക്കേണ്ടി വരുമെന്നും അവഗണിച്ചവരെ ചേർത്ത് പിടിക്കേണ്ടി വരുമെന്നും ഈ കുഞ്ഞിനെ കുറിച്ചൊരു പ്രവചനം അവരോട് കർത്താവ് റിലീസ് ചെയ്തു, ഒരു ഡിക്ലറേഷൻ. അവരുടെ ഡയറിക്കകത്ത് അത് എഴുതി വെച്ചു, ഡേറ്റ് ഇട്ട് എഴുതി വെച്ചു. ഞാനും ജീനായും ഈ തവണ മാൾട്ടയിൽ മീറ്റിങ്ങിന് പോയപ്പോൾ ഈ സഹോദരി അവിടെ ജോലി ചെയ്യുന്ന, അപ്പോൾ അവിടെ നമ്മുടെ മീഡിയയിലെ കുഞ്ഞുങ്ങളോ മറ്റാരും എൻ്റെ കൂടില്ല. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്നൊരു സഹോദരൻ മൊബൈലിൽ പിടിക്കുന്നുണ്ടായിരുന്നു. ഈ സഹോദരി ഡയറിയുമായിട്ട് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ കുഞ്ഞിന് ഓട്ടിസം ആയിരുന്നു, AHD ആയിരുന്നു,
ലേണിംഗ് ഡിസേബിലിറ്റി ആയിരുന്നു, ഹൈപ്പർ ആയിരുന്നു. പക്ഷെ അന്നൊരു പ്രവചനം എൻ്റെ കുഞ്ഞിനെ നോക്കി പാസ്റ്റർ ഒരു ഡിക്ലറേഷൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് പൂർണ്ണമായും സൗഖ്യമായി. അപ്പം ഞാൻ വീണ്ടും ഈ സഹോദരിയോട് എടുത്തു ചോദിച്ചു, ശരിക്കും കുഞ്ഞ് സൗഖ്യമായോ? ആ സഹോദരി പറഞ്ഞു, ആയി പാസ്റ്ററെ, ഇന്ന് അവൻ മിടുക്കനായി പഠിക്കുന്നു. പക്ഷെ ഇന്നലെ ഞാൻ കൊട്ടാരക്കര ചർച്ചിൽ പറഞ്ഞൊരു ടെസ്റ്റ് മണിയുണ്ട്, ലൈവിൽ അത് കിടപ്പുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ തവണ പോയ സമയത്ത് ഒരു കുടുംബം അവരുടെ കൊച്ചുമായിട്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഈ കുഞ്ഞുമായിട്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ കുഞ്ഞിന് ഓട്ടിസമാണ്. അപ്പോൾ ഇവരൊരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടു. അവരുടെ കുഞ്ഞ് ഹൈപ്പറാണ്, ആ കുഞ്ഞ് കയ്യിലിരിക്കത്തില്ല. ഞാൻ അവിടെ കണ്ട കാഴ്ച മക്കളെ ഒത്തിരി പെയിൻഫുള്ളാണ്. ഈ കൊച്ചിനെ അവനങ്ങ് ബഹളം ഉണ്ടാക്കുക. അപ്പോൾ ഈ അവനെ ആ സഹോദരി എടുക്കാൻ നോക്കി, ആ കൈക്കകത്തോട്ട് കയറി ആ സഹോദരിയുടെ കവിളിനിട്ട് ഒരൊറ്റ അടി. അത് കഴിഞ്ഞ് അവരുടെ മുടിയെ പിടിച്ച് വലിക്കുന്നു, അവൻ കടിക്കുന്നു, ഭയങ്കര ബഹളം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കര പ്രയാസം തോന്നി. ഇങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ആ കൊച്ചിൻ്റെ ഒരു സൗഖ്യം ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, ഈ ഓസ്ട്രേലിയയിലെ കുടുംബം എന്നോട് പറഞ്ഞു, പാസ്റ്റേ പ്രാർത്ഥിച്ചു വിട്ടാൽ പോരാ, എനിക്ക് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യണം. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, എബിയ എന്നോട് പറഞ്ഞു, എന്നടുത്ത് പറഞ്ഞു, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് എഴുതിപ്പിക്കണം. ഈ സാധാരണ നമ്മുടെ അവിടെ കൊച്ചുങ്ങളെ നമ്മുടെ പാസ്റ്റർമാർ അവരുടെ വിശ്വാസമാണ്, ദൈവദാസന്മാർ കൈപിടിപ്പിച്ച് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രൈസ് ദി ലോർഡ് എന്നോ, ഞാൻ ആദ്യം എഴുതുന്നത് യേശു ജീവിക്കുന്നു, എന്നിട്ട് അടുത്ത് എഴുതും പ്രൈസ് ദി ലോർഡ്. 1-2 ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ട് ഞാൻ പറയും, കുഞ്ഞ് പല ലാംഗ്വേജുകൾ എഴുതട്ടെ, ഇവൻ്റെ ഒരു സിഗ്നേച്ചറിന് പോലും വാല്യൂ ഉണ്ടാകട്ടെ, ഇവൻ ബുദ്ധിയുള്ള കുഞ്ഞ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും, ഒരു ബ്ലസ് ചെയ്യും. ഞാൻ സാധാരണ അതാ എഴുതിപ്പിക്കുന്നത്. പക്ഷെ ഈ അപ്പൻ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഈ കുഞ്ഞിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെന്താണോ ഇവനെ കുറിച്ച് പാസ്റ്റർ ഹൃദയത്തിൽ പറയുന്നത് അതവന്റെ കൈ പിടിച്ച് എഴുതിക്കണം. ഞാൻ ചോദിച്ചു, അവന്റെ പേരെന്നാ? ഇവന്റെ പേരെന്നാ? പറഞ്ഞു, അലൻ. ഞാൻ ആ കുഞ്ഞിന്റെ കൈ പിടിക്കാൻ ഭയങ്കര പാടാ. അപ്പൻ പിടിച്ചിരിക്കുക, ഒരു കൈ അപ്പൻ പിടിപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചു, ചേർന്ന് അവനപ്പോൾ കുറച്ച് റിലാക്സ് ആയി കൈ പിടിച്ച്, ഈ അപ്പൻ കൈ പിടിച്ച് ഞാൻ ആ പേന കയ്യിൽ പിടിപ്പിച്ച് വളരെ സാവധാനത്തിൽ എഴുതി, അലൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. ഞാൻ ഇന്നലെ ചർച്ചിൽ പറഞ്ഞു, എഴുതിയത് പീലാത്തോസ് പറഞ്ഞില്ലേ, എഴുതിയെന്ന്. ഞാൻ ഈ ലാസ്റ്റ് ടൈം അവിടെ ചെല്ലുമ്പോൾ, കഴിഞ്ഞ തവണ അവിടെ ചെല്ലുമ്പോൾ ഇവർ കുടുംബമായിട്ട് മീറ്റിങ്ങിന് വന്നു. യോഗം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് എനിക്ക് അവരെ പെട്ടെന്ന് മനസ്സിലായില്ല. നമ്മുടെ ചർച്ചയിൽ വരുന്നവരല്ല, ഒരു വേറൊരു പെന്തിക്കോസ്ത് സഭയിൽ പോകുന്നവരാണ്. അവരവസാനം വരെ വെയിറ്റ് ചെയ്തു. അവസാനം ഞാൻ അവരെ കണ്ട് പ്രാർത്ഥിക്കുന്നത്. അവരെൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പാസ്റ്ററിന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ബ്രദറിനെ കണ്ട് നല്ല പരിചയമുണ്ട്, ഇവനെ ഓർക്കുന്നുണ്ടോ? പാസ്റ്റർ ഇവനെ എഴുതിച്ചത് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, യെസ് ഓർക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, കുഞ്ഞിനെങ്ങനെ ഉണ്ട്? പാസ്റ്റർ നോക്ക്. ഞാൻ വളരെ അടക്കവും ഒതുക്കുള്ളവനായി എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, മോനെ പ്രൈസ് ദി ലോർഡ്. അവൻ എനിക്ക് കൈ തന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. പാസ്റ്ററെ ഇവൻ സൗഖ്യമായി. ഇവനിപ്പോൾ നോർമൽ സ്കൂളിൽ പഠിക്കുന്നു. അന്ന് ഈ കൊച്ചിനെ കൈപിടിച്ച് എഴുതിപ്പിച്ചതിന് ശേഷം, ഈ ദൂത് അവനോട് പറഞ്ഞതിന് ശേഷം, അവൻ വീട്ടിൽ ചെന്ന് ആദ്യം മിൽക്ക് എന്ന് പറഞ്ഞു, എത്ര മിൽക്ക്, പിന്നെ അവൻ കൗ എന്ന് പറഞ്ഞു, ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു. അടുത്തടുത്ത ദിവസങ്ങളിൽ അവൻ ഓരോ വാക്കുകൾ പറയാൻ തുടങ്ങി. 6 മാസത്തിനുള്ളിൽ അവൻ നോർമലായി മാറിയ സാക്ഷ്യം